കേരളത്തിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ തർക്കം രൂക്ഷമായത് ഹൈക്കമാൻഡിന് തലവേദനയാകുന്നു. വി.എം. സുധീരനും രമേശ് ചെന്നിത്തലയും സോണിയാഗാന്ധിയെ ഇന്ന് കാണുമെന്ന സൂചന. നാളെ വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരും. ഉമ്മൻചാണ്ടി കേരളത്തിലേക്ക് മടങ്ങി. മല്ലികാർജ്ജുന ഖാർഗെ അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം 2 ദിവസം ചേർന്നിട്ടും അന്തിമ പാനലായില്ല. തർക്ക സീറ്റുകളിൽ 3 പേരുടെ പാനൽ തയ്യാറാക്കാൻ പോലും കഴിയാത്തത് സ്ക്രീനിംഗ് കമ്മിറ്റിയെ കുഴയ്ക്കുന്നുണ്ട്. കെ ബാബു, കെ സി ജോസഫ്, അടൂർ പ്രകാശ് എന്നിവർക്ക് വീണ്ടും സീറ്റ് നൽകുന്നതാണ് സുധീരൻ എതിർക്കുന്നത്. ഇവർക്ക് പകരം തൃപ്പൂണിത്തുറയിൽ വേണുഗോപാൽ, ഇരിക്കൂറിൽ സതീശൻ പാച്ചേനി, കോന്നിയിൽ മോഹൻരാജ് എന്നീ പേരുകൾ സുധീരൻ മുന്നോട്ട് വയ്ക്കുന്നു. തൃക്കാക്കരയിൽ ബെന്നി ബെഹനാനെ മാറ്റി PT തോമസിനെ KPCC അധ്യക്ഷൻ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഇവർക്ക് സീറ്റ് നൽകാത്തത് ഉമ്മൻചാണ്ടിയാണ് പ്രകോപിപ്പിക്കുന്നത്. നിലപാടിൽ മാറ്റം വരുത്താൻ സുധീരൻ തയ്യാറാകാതിരുന്നതോടെ ഇന്നലെ ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് യോഗസ്ഥലത്തു നിന്നും ഉമ്മൻചാണ്ടി കേരള ഹൗസിലേക്ക് മടങ്ങിയിരുന്നു. യോഗം ഒരു ദിവസം കൂടി നീട്ടാൻ മല്ലികാർജ്ജുന ഖാർഗെയാണ് തീരുമാനിച്ചത്. നാളെ വീണ്ടും സമിതി ചേരും. അതിനു മുമ്പ് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ കണ്ട് നിലപാടുറപ്പിക്കാനാണ് VM സുധീരന്റെയും ചെന്നിത്തലയുടെയും ശ്രമം. നിലവിൽ 30ഓളം സിറ്റിംഗ് MLA-മാരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ മാത്രമേ ഏകദേശ ധാരണയിലെത്താൻ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കഴിഞ്ഞുള്ളൂ. ഇന്ന് ഹൈക്കമാൻഡ് നേതാക്കളുമായി നടത്തുന്ന അനൗപചാരിക ചർച്ചകൾക്ക് ശേഷമായിരിക്കും നാളത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് നേതാക്കൾ എത്തുക. തർക്കമണ്ഡലങ്ങളിൽ പാനൽ നിശ്ചയിച്ച് തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറും. തെരഞ്ഞെടുപ്പ് സമിതി അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വീണ്ടും ചർച്ചകൾ നടത്തും. ആ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം വൈകുമെന്ന് വ്യക്തം. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്ഥാനാർത്ഥി നിർണയം നടത്താനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ദില്ലിയിൽ ആരംഭിച്ചതിന് പിന്നാലെ കേരളത്തിൽ നിന്നും 100 കണക്കിന് സ്ഥാനാർത്ഥി മോഹികളാണ് ദില്ലിയിലെത്തിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കളെ കണ്ട് സീറ്റ് ഉറപ്പിക്കുന്നതിനായി സ്വന്തം മണ്ഡലത്തിലെ വിജയസാധ്യതാ രേഖകളുമായാണ് നേതാക്കളുടെ വരവ്. കഴിയുമെങ്കിൽ രാഹുൽ ഗാന്ധിയെയും സോണിയെയും നേരിട്ട് കണ്ടിട്ടെങ്കിലും KPCC ലിസ്റ്റിൽ കടന്നുകൂടുക എന്നതാണ് ലക്ഷ്യം. നേതാക്കൾ എത്തിയതോടെ ദില്ലിയിൽ ഹോട്ടലുകളിൽ റൂം കിട്ടാനില്ലാതായി. ഇപ്പോൾ പ്രതീക്ഷയുടെ ഗദർദാരികളാണ്. കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായി പട്ടികയിൽ ഇടം നേടാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥി മോഹികൾ. സ്വന്തം കീശയിൽ നിന്ന് കാശുമുടക്കി ഫ്ലൈറ്റിലെത്തി ഉമ്മൻചാണ്ടിയെയും സുധീരനെയും ചെന്നിത്തലയും മാറി മാറി കയറിയിറങ്ങി കാണുകയാണ് നേതാക്കൾ. കളിക്കല്ലേ, നാളത്തെ നിയമസഭാ സാമാജികരാണേ. അതിന് നേതൃത്വത്തിന് നൽകാൻ ഒരു ഉപദേശവും റെഡി. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ നിശ്ചയമായും കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും. കേരളത്തിലെ കോൺഗ്രസ് അംഗത്തുള്ള യുവാക്കളെല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയമാണ്. കൂട്ടത്തിൽ കേരള ഹൗസിലെ VM സുധീരന്റെ മുറിക്ക് മുന്നിലാണ് ഏറ്റവും വലിയ ക്യൂ. അധ്യക്ഷന്റെ വാക്കിൽ പ്രതീക്ഷ കൂട്ടി മറ്റു നേതാക്കളുടെ അടുത്തേക്ക്. അല്ല നേതാവേ, പ്രസിഡന്റ് എന്തു പറഞ്ഞു? സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർണ്ണമായിട്ടും തയ്യാറായി കഴിഞ്ഞിട്ടില്ല. അതിൽ പല സ്ഥാനാർത്ഥികളുണ്ട്. അവർ കമ്മിറ്റി ഇരുന്ന ശേഷം ഇത് പരിശോധിച്ച് ഏറ്റവും വിജയസാധ്യതയുള്ള ആളുകൾക്ക് സീറ്റ് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓരോ മണ്ഡലങ്ങളിലും സ്വന്തം വിജയസാധ്യത നിർണ്ണയിക്കുന്ന രേഖകളുമായാണ് കൂടിക്കാഴ്ച. കഴിയുമെങ്കിൽ രാഹുൽ ഗാന്ധിയെയും സോണിയെയും ഒന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. 140 മണ്ഡലങ്ങളിലെ 82 സീറ്റിലേക്കായി 200-ൽ പരം നേതാക്കളാണ് ഒരേ സ്വപ്നവുമായി പരക്കം പായുന്നത്. ചർച്ച ചെയ്താലും കുളമാകും, ചർച്ച ചെയ്തില്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നമെന്ന അവസ്ഥ. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. LDF സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി ഇന്ന് പ്രഖ്യാപിക്കും. കൺവീനർ വൈക്കം വിശ്വനാണ് പട്ടിക പ്രഖ്യാപിക്കുക. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ LDFന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും ഔദ്യോഗികമായി തുടക്കമാകും. CPIM 92 സീറ്റിലും CPI 27 സീറ്റിലും ജനതാദൾ S 5 സീറ്റിലും NCP, DKC എന്നീ പാർട്ടികൾ 4 വീതം സീറ്റിലും INL 3 സീറ്റിലും മറ്റു പാർട്ടികൾ ഓരോ സീറ്റിലുമാണ് മത്സരിക്കുക. CPI സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായി. C. ദിവാകരൻ ഉൾപ്പെടെ 2 വട്ടം പൂർത്തിയാക്കി 6 പേർക്ക് വീണ്ടും മത്സരിക്കാൻ സംസ്ഥാന കൗൺസിൽ അംഗീകാരം നൽകി. നിലവിൽ കയ്പമംഗലം MLA ആയ VS സുനിൽകുമാർ തൃശൂരിൽ മത്സരിക്കും. പട്ടാമ്പിയിൽ JNU വിദ്യാർത്ഥി നേതാവ് മുഹമ്മദ് മുഹ്സിൻ സ്ഥാനാർത്ഥിയാവും. മഞ്ചേരി സീറ്റിൽ സ്ഥാനാർത്ഥിയെ പിന്നീട് തീരുമാനിക്കും. 2 ടേം പൂർത്തിയാക്കിയ C. ദിവാകരൻ ഉൾപ്പെടെ 6 പേർക്ക് മത്സരിക്കാൻ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും ഇളവ് നൽകി. മുല്ലക്കര രത്നാകരൻ, VS സുനിൽകുമാർ, ES ബിജിമോൾ, K. രാജു, P. തിലോത്തമൻ എന്നിവരാണ് ഇളവ് ലഭിച്ച മറ്റ് 5 പേർ. വൈക്കം MLA K. അജിത്തിന് ഇളവ് നൽകേണ്ടതില്ലെന്നും തീരുമാനിച്ചു. അജിത്തിന് പകരം CK ആശ വൈക്കത്ത് മത്സരിക്കും. C. ദിവാകരൻ നെടുമങ്ങാട് മത്സരിക്കും. VS സുനിൽകുമാർ കയ്പമംഗലത്തിന് പകരം ഇക്കുറി തൃശൂരാകും അംഗത്തിനിറങ്ങുക. കയ്പമംഗലത്ത് ടൈസൺ മാസ്റ്ററും മത്സരിക്കും. JNU നേതാവ് മുഹമ്മദ് മുഹ്സിൻ ആണ് പട്ടാമ്പിയിൽ മത്സരരംഗത്ത് ഇറങ്ങുക. പറവൂരിൽ മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ മകൾ ശാരദാ മോഹനാണ് സ്ഥാനാർത്ഥി.
മഞ്ചേരി സീറ്റിൽ സ്ഥാനാർത്ഥിയെ പിന്നീട് തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലിബിയയിൽ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോമിനെ രക്ഷിക്കാൻ വൻതുക മോചനദ്രവ്യം IS ആവശ്യപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഞങ്ങളുടെ പ്രതിനിധി എം സന്തോഷ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, മറ്റു വിവരങ്ങൾ. അരുൺ, കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു സൂചന മാത്രമാണിത്. കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ സന്ദേശം ലഭ്യമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വീഡിയോ സന്ദേശത്തിൽ ദൃശ്യമാകുന്ന കാര്യങ്ങൾ ഫാദർ ടോം ഉള്ളുന്നൽ തീവ്രവാദികളുടെ പിടിയിലാണെന്നും വൻതുക മോചനദ്രവ്യം ഇവർ ആവശ്യപ്പെടുന്നുണ്ടോ എന്ന്, കോടിക്കണക്കിന് രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഫാദർ ടോം ഉള്ളുന്നലിന്റെ പുറകിലായി മുഖം മറച്ച ഒരു തീവ്രവാദി ഉണ്ട് എന്നും അദ്ദേഹത്തിന്റെ അയാളുടെ പ്രേരണയിലാണ് ഇത്തരത്തിൽ പണം ആവശ്യപ്പെടുന്നത് എന്നുള്ളതും വിവരങ്ങൾ ലഭ്യമാകുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടില്ല. കേന്ദ്ര സർക്കാരിലെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ചില വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് ചില ദേശീയ മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അരുൺ. എം സന്തോഷ് ദില്ലിയിൽ നിന്ന്. KM മാണിക്കെതിരെ അഴിമതി കേസുകൾ ആരോപിച്ച് നൽകിയ ഹർജി വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ബാർ കോഴയിലൂടെ കിട്ടിയ പണം പാർട്ടിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സമൂഹ വിവാഹത്തിനായി ചെലവാക്കിയിട്ടുണ്ട് എന്ന് KM മാണിയുടെ വിശ്വസ്തൻ വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് കേസ് നൽകിയത്. വിവരാവകാശ പ്രവർത്തകനായ പായിച്ചറ നവാസ് നൽകിയ പരാതിയാണ് കോടതി പരിഗണിക്കുന്നത്. അടൂർ പ്രകാശിനെതിരെ കോന്നി മണ്ഡലത്തിൽ പോസ്റ്റർ പ്രചരിച്ച വിഷയത്തിൽ KPCC നിയോഗിച്ച കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. പത്തനംതിട്ടയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി ശരത്ചന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിലേക്ക് തിരിച്ചു. യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ സുപ്രധാന കരാറുകളിൽ ഒപ്പുവയ്ക്കും. ബെൽജിയം പ്രധാനമന്ത്രിയും മോദിയും തമ്മിൽ ഉഭയകക്ഷി ചർച്ചയും നടക്കും. ബ്രസൽസിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഉച്ചകോടിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹൈദരാബാദ് സർവകലാശാലയിൽ പോലീസ് ജയിലിലടച്ച മലയാളി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ആശങ്കയിൽ. ജാമ്യം ലഭിച്ചെങ്കിലും തുടർ പഠനം അനിശ്ചിതത്വത്തിലാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. നെടുമ്പാശ്ശേരി സ്വദേശി ശ്രീരാഗിന്റെ വീട് മുൻ MP P രാജീവിന്റെ നേതൃത്വത്തിൽ CPM നേതാക്കൾ സന്ദർശിച്ചു. സ്വദേശിയായ ശ്രീരാഗ് ഉപരിപഠനത്തിനായി 1 വർഷം മുമ്പാണ് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെത്തിയത്. രോഹിത് വെമൂലയുടെ ആത്മഹത്യയെ തുടർന്നുയർന്നുവന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കാളിയായി. കഴിഞ്ഞ ദിവസം പോലീസ് കാമ്പസിൽ നരനായാട്ട് നടത്തിയ ദിവസം. ഹൃദ്രോഗിയായ അധ്യാപകനെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച ശ്രീരാഗിനെ പോലീസ് പിടികൂടി ജയിലിലടയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 2 തവണ മാത്രമാണ് മകനെ ഫോണിലെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞതെന്ന് ശ്രീരാഗിന്റെ അച്ഛൻ തങ്കപ്പൻ പറഞ്ഞു. യൂണിയന്റെ അനന്തമായ പ്രശ്നങ്ങൾ കോളേജിൽ നടക്കുന്നുണ്ടെന്നും സമരം ഉണ്ടാവണമെന്നും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇദ്ദേഹം PC ലീവിന് പോയാനോ വിഷയങ്ങളൊന്നുമില്ല, ക്ലാസ് ഭംഗിയായിട്ട് നടക്കണ്ടെന്നും കഴിഞ്ഞ ഞായറാഴ്ച കൂടി ഞാൻ 2 നേരം വിളിക്കാറുണ്ട്, വൈകിട്ടും രാവിലെയും വിളിക്കാറുണ്ട്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഫെലോഷിപ്പ് യാതൊരു കാരണവും കൂടാതെ തടഞ്ഞു വെക്കുന്നത് അടുത്ത കാലത്തായി പതിവാണെന്ന് അമ്മ അമ്മിണി പറഞ്ഞു. ഇതിനെ തുടർന്ന് പല കുട്ടികളുടെയും പഠനം പാതി വഴിയിൽ മുടങ്ങുന്ന നിലയിലാണ്. ഫെലോഷിപ്പ് കിട്ടുമ്പോൾ അവർക്ക് അത് വലിയൊരു ആശ്വാസമല്ലേ. അത് കിട്ടാതെ വരുമ്പോൾ മാനസികമായിട്ട് അവർക്ക് അത് ബുദ്ധിമുട്ട് തന്നെയാണ് കുട്ടികൾക്ക്. അപ്പോൾ വഴിമുട്ടുന്ന ഒരു രീതിയിലേ വരിക, ഒരു വിദ്യാഭ്യാസത്തിന് തടസ്സം വരുന്ന ഒരു ഇതാ വരുന്നത്. CPIM ജില്ലാ സെക്രട്ടറി P രാജീവ് ശ്രീരാഗിന്റെ വീട്ടിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ശ്രീരാഗിന്റെ മാതാപിതാക്കൾക്ക് ആശ്വാസവും പിന്തുണയുമായി നിരവധി പേരാണ് ഓരോ ദിവസവും ഈ വീട്ടിലേക്ക് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികൾക്ക് നാടിന്റെ സ്മരണാഞ്ജലി. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരാജയ ഭീതി കാരണം തെരഞ്ഞെടുപ്പിൽ UDF രഹസ്യമായി RSS സഹായം തേടുകയാണെന്ന് പിണറായി ആരോപിച്ചു. ആയിരങ്ങൾ അണിനിരന്ന പ്രകടനത്തോടും പൊതുസമ്മേളനത്തോടും കൂടിയാണ് കയ്യൂർ രക്തസാക്ഷിത്വത്തിൻ്റെ 73ാം വാർഷികവും കയ്യൂർ സംഭവത്തിൻ്റെ 75ാം വാർഷികവും ഇത്തവണ ആചരിച്ചത്. രക്തസാക്ഷികളായ മടത്തിലപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവർക്ക് കയ്യൂരിൻ്റെ പിന്മുറക്കാർ സ്മരണാഞ്ജലി അർപ്പിച്ചു. കയ്യൂർ രക്തസാക്ഷി നഗറിൽ ചേർന്ന പൊതുസമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു.
കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശസ്നേഹത്തിന് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത RSSന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത RSSൽ നിന്നും രാജ്യസ്നേഹത്തിനും ദേശാഭിമാന ബോധത്തിനും സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേട് കമ്മ്യൂണിസ്റ്റുകാർക്കില്ല എന്നാണ് RSSകാരോട് പറയാനുള്ളത്. ജനവിരുദ്ധ നയങ്ങളെ തുടർന്ന് പരാജയം ഉറപ്പായ UDF തെരഞ്ഞെടുപ്പിൽ RSSന്റെ സഹായത്തോടെ വിജയിക്കാനുള്ള രഹസ്യ നീക്കം നടത്തുകയാണെന്നും എന്നാൽ ജനങ്ങളിത് തിരിച്ചറിയുമെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. നമ്മുടെ കേരളത്തിന്റെ പിന്നോട്ടടിക്ക് ഉത്തരവാദികളായ ഉമ്മൻചാണ്ടിയെയും കൂട്ടരെയും ജനങ്ങൾ കൈയൊഴിയും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. RSSന്റെ സഹായത്തോടെ രക്ഷപ്പെടാനാകുമോ എന്നാണ് ഒരു പരീക്ഷണം ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗൗരവമായി തിരിച്ചറിയണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളാകെ നല്ല രീതിയിൽ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൊതുസമ്മേളനത്തിൽ KP സതീഷ് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കാഞ്ഞങ്ങാട് വെള്ളിക്കോത്തെ അഴിക്കോടൻ രാഘവൻ ക്ലബ് കെട്ടിടവും കാഞ്ഞങ്ങാട് നിർമ്മിച്ച NGO യൂണിയൻ ഓഫീസും പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് K മാധവനെയും പിണറായി സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം തർക്കത്തിലേക്ക്. PJ ജോസഫ് വിഭാഗത്തിന് 3 സിറ്റിംഗ് സീറ്റുകൾ മാത്രം നൽകിയാൽ മതി എന്നാണ് മാണി വിഭാഗത്തിൽ ധാരണ. തിരുവല്ല സീറ്റിനു വേണ്ടി മാണി വിഭാഗത്തിലെ ജോസഫ് M പുതുശ്ശേരിയും വിക്ടർ T തോമസും നടത്തുന്ന നീക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്ന് അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും കേരള കോൺഗ്രസ് എമ്മിൽ സ്ഥാനാർത്ഥി നിർണയം തർക്കത്തിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ ധാരണയായിട്ടുള്ള 15 സീറ്റുകളിൽ സിറ്റിംഗ് സീറ്റുകളായ കോതമംഗലം, കടുത്തുരുത്തി, തൊടുപുഴ സീറ്റുകൾ മാത്രം ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകിയാൽ മതിയെന്നാണ് മാണി ഗ്രൂപ്പിലെ പ്രധാന നേതാക്കൾക്കിടയിലെ ധാരണ. ഒരു വിഭാഗം നേതാക്കൾ ജോസഫ് ഗ്രൂപ്പ് വിട്ട സാഹചര്യത്തിൽ കൂടുതൽ സീറ്റ് നൽകേണ്ടെന്നാണ് വാദം. ജോസഫ് വിഭാഗം മത്സരിച്ച കുട്ടനാട് മണ്ഡലത്തിൽ ഉറ്റ അനുയായിയായ ജേക്കബ് എബ്രഹാമിന് സീറ്റ് നൽകണമെന്ന് PJ ജോസഫിന് താൽപ്പര്യമുണ്ട്. എന്നാൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ജോസ് കോയിപ്പള്ളിക്ക് സീറ്റ് നൽകാനാണ് മാണി വിഭാഗത്തിലെ ആലോചന. തിരുവല്ല സീറ്റിനു വേണ്ടി മാണി വിഭാഗത്തിൽപ്പെട്ട ജോസഫ് M പുതുശ്ശേരിയും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിക്ടർ T തോമസും ശക്തമായ ചരടുവലികൾ നടത്തുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വർഗീസ് മാമനും തിരുവല്ലയ്ക്കായി സജീവമായി രംഗത്തുണ്ട്. ചങ്ങനാശ്ശേരിയിൽ മുതിർന്ന നേതാവും നിലവിലെ MLAയുമായ CF തോമസിനെ മാറ്റി യൂത്ത് ഫ്രണ്ട് നേതാവ് ജോബ് മൈക്കിളിനെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളും തർക്കത്തിലാണ്. ഏറ്റുമാനൂരിൽ തോമസ് ചാഴിക്കാടന്റെ പേരിന് മുൻതൂക്കമുണ്ടെങ്കിലും യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ലൂക്കോസ് ശക്തമായ അവകാശവാദവുമായി രംഗത്തുണ്ട്. പൂഞ്ഞാറിൽ യൂത്ത് ഫ്രണ്ട് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ അധ്യക്ഷ നിർമ്മല ജിമ്മിയും സീറ്റിനു വേണ്ടി നീക്കം നടത്തുന്നു. ചുരുക്കത്തിൽ കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ തീർപ്പുണ്ടായാലും കേരള കോൺഗ്രസ് എമ്മിലെ സ്ഥാനാർത്ഥി നിർണയം വൈകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസും BJPയും ഒത്തുകളിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തിരുവനന്തപുരം കാട്ടായിക്കോണത്തുണ്ടായ സംഘർഷത്തിൽ അക്രമികളായ BJP പ്രവർത്തകരെ സർക്കാർ നിർദ്ദേശപ്രകാരം പോലീസ് സംരക്ഷിക്കുകയാണ് എന്നും കോടിയേരി പറഞ്ഞു. കാട്ടായിക്കോണം V ശ്രീധർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസും BJPയും ഒത്തുകളിക്കുകയാണ്. RSSും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ ഒരു അച്ചുതണ്ടായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരം കാട്ടായിക്കോണത്തുണ്ടായ അക്രമ സംഭവങ്ങളുടെ പേരിൽ CPIM പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ് അക്രമികളായ BJP പ്രവർത്തകരെ സംരക്ഷിക്കുകയാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പോലീസിന്റെ തണലിലാണ് BJP അക്രമം കാണിക്കുന്നത്. ഈ അക്രമം കാണിക്കുന്ന BJPക്കാർക്ക് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പോലീസ് ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് BJPക്ക് വിടുപടി ചെയ്യുന്നത്. RSSും BJPയും ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ ഇടതുപക്ഷം വിജയിക്കണമെന്നും കോടിയേരി വ്യക്തമാക്കി. കാട്ടായിക്കോണം V ശ്രീധർ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം M വിജയകുമാർ, ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സരിത S നായർ ഇന്നും സോളാർ കമ്മീഷനിൽ ഹാജരാകില്ല. സിനിമയിൽ അഭിനയിക്കുന്നതിനാൽ മൊഴിയെടുക്കുന്നതിന് അവധി നീട്ടി നൽകണമെന്ന് കമ്മീഷനോട് ആവശ്യപ്പെടും. അതേസമയം സരിതയ്ക്ക് ഹാജരാകാനുള്ള അവസാന ദിവസം ഇന്നാണെന്ന് കമ്മീഷൻ താക്കീത് നൽകിയിട്ടുണ്ട്. സരിതയുടെ ഫോൺ വിശദാംശങ്ങൾ സർവീസ് പ്രൊവൈഡറിൽ നിന്ന് ശേഖരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസ് അസോസിയേഷനു വേണ്ടി അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം സമർപ്പിച്ച ഹർജി കമ്മീഷൻ ഇന്ന് പരിഗണിക്കും. അനട്ടിന്റെ പ്രോഗ്രാം ഓഫീസറായ N രാജേഷിൽ നിന്ന് കമ്മീഷൻ ഇന്ന് മൊഴിയെടുക്കും.
സെസ് പിരിവ് പുനരാരംഭിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ എ ക്ലാസ് തിയേറ്റർ ഉടമകൾ സമരത്തിലേക്ക്. അടുത്ത മാസം 7-ന് സൂചനാ സമരവും മെയ് 2 മുതൽ അനിശ്ചിതകാലത്തേക്ക് തിയേറ്ററുകൾ അടച്ചിടാനും ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. തിയേറ്ററുകളിൽ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള ടിക്കറ്റ് മെഷീൻ കമ്പനിയെ മന്ത്രി മുനീർ വഴിവിട്ട് സഹായിച്ചതായും ഫെഡറേഷൻ ആരോപിക്കുന്നു. 3 രൂപ വീതമാണ് സെസ് പിരിവ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. നേരത്തെ സിനിമാ സംഘടനകളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സെസ് 5 രൂപയായി ഉയർത്തി. ഇതിൽ ഒരു വിഹിതം ഉടമകൾക്കും നൽകുന്നതിനെക്കുറിച്ച് ധാരണയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ 3 രൂപ പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കി. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ പഴയ ഉത്തരവ് വീണ്ടും പ്രാബല്യത്തിലാക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ കൊച്ചിയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. തിയേറ്ററുകളിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ടിക്കറ്റ് മെഷീൻ കമ്പനിക്ക് മന്ത്രി മുനീർ വഴിവിട്ട സഹായം നൽകിയതായി ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ പറഞ്ഞു. അതിനേറ്റ് നിന്ന് ഈ കമ്പനിക്ക് ഒരു വർഷം 10 കോടി രൂപ അവരെ ലാഭം കിട്ടുകയാണ്. അത് നമ്മൾ തിയേറ്ററിന് കൊടുക്കുന്നത്, നമ്മൾ ഒരു ടിക്കറ്റ് കൊടുക്കേണ്ട പൈസ. അതിന് മുൻകൈ എടുത്തത് മന്ത്രി മുനീറാണ്. അപ്പോൾ അതാണ് മുനീർ ഇതിൽ പങ്കുചേർന്നിട്ട് മുനീറിൻ്റെ കുടുംബക്കാർ ഇതിൽ പങ്കാളിയാണ്. ഐനെറ്റ് വിഷൻ ആൻഡ് സിസ്റ്റംസ് എന്ന കമ്പനിയാണ് മെഷീൻ സ്ഥാപിക്കാനുള്ള ടെൻഡർ നേടിയത്. മന്ത്രി മുനീർ സ്വന്തക്കാർക്കായി നടത്തിയ ഇടപാടുകൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യപ്പെടുമെന്നും ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തൃശൂരിലെ ഫ്ളാറ്റിൽ യുവാവ് മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് MR രാംദാസ് പ്രതിയാകും. യൂത്ത് കോൺഗ്രസ് നേതാവ് VA റഷീദും കൂട്ടാളികളും സതീശനെ കൊലപ്പെടുത്തിയത് രാംദാസിന്റെ അറിവോടെയാണ് എന്ന് പോലീസ്. മുഖ്യപ്രതി റഷീദിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാവ് VA റഷീദിന്റെ ഫ്ളാറ്റിൽ ഷൊർണൂർ സ്വദേശി സതീശനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് MR രാംദാസിന് വ്യക്തമായ പങ്കുണ്ടെന്നാണ് ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞത്. രാംദാസിന്റെ സാന്നിധ്യത്തിലാണ് അയ്യന്തോളിലെ ഫ്ളാറ്റിൽ ദിവസങ്ങൾ നീണ്ട മർദ്ദനം നടന്നതെന്ന സൂചന ലഭിച്ചു. മുഖ്യപ്രതി റഷീദിനെ സംഭവസ്ഥലത്ത് എത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിലും രാംദാസിന്റെ അറിവോടെയാണ് മർദ്ദനം നടന്നതെന്ന് മൊഴി ലഭിച്ചു. കൊലപാതക ശേഷം കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചതും പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതും രാംദാസ് ആണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ കൊലപാതക കേസിൽ കോൺഗ്രസ് നേതാവായ രാംദാസ് കൂടി പ്രതിയാകും. രാംദാസ് പ്രതിയാകുന്നത് രാംദാസ് ഒന്നാമത് ഈ സംഭവം അടിക്കുന്നു കണ്ടിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ പോലീസിനെ വഴിതെറ്റിക്കുന്നു. ഇതെല്ലാം അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഗുരുവായൂർ സ്വദേശിനി ശാശ്വതിയുമായുള്ള ബന്ധത്തെ ചൊല്ലിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് റഷീദ് സതീശനുമായി തെറ്റിയത്. റഷീദിന്റെ രഹസ്യബന്ധം സതീശൻ സുഹൃത്തുക്കളോട് പറഞ്ഞതായിരുന്നു തർക്കത്തിന് കാരണം. തുടർന്ന് ശാശ്വതിയും സഹായി കൃഷ്ണപ്രസാദും ചേർന്ന് സതീശനെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിനിടെ സതീശനെ മൂത്രം കുടിപ്പിച്ചതായും പ്രതികൾ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. MR രാംദാസിനെയും ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കേസിൽ ഇനിയും അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ.